കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ പുലർച്ചെ 3:30 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിൽ സരസ്വതി മണ്ഡപത്തിന് സമീപം യാഗശാലയിലും പുറത്തുമായി വിദ്യാരംഭ ചടങ്ങുകൾ നടന്നുവരികയാണ്. കൊല്ലൂരിൽ നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടന്നു വരുന്ന വിദ്യാരംഭ ചടങ്ങുകൾ. പുലർച്ചെ 3:30 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു വരികയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ക്ഷേത്രം ട്രസ്റ്റിയായ ശ്രീ അഭിലാഷ് നമ്മോട്. എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് വിദ്യാരംഭത്തിനായി നടത്തിയ ഒരുക്കങ്ങൾ? ഇന്ന് വിദ്യാരംഭത്തിനായി രാവിലെ 3 മണിക്ക് നട തുറന്നു. വിജയദശമിയാണ്. 3 മണി തൊട്ട് വിദ്യാരംഭത്തിനുള്ള കുരുന്നുകളുടെ എഴുത്തിരി ആരംഭിച്ചിരിക്കുകയാണ്. തന്ത്രിയുടെ നേതൃത്വത്തിലാണ് രാവിലെ തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ ഒരു സരസ്വതി മണ്ഡപത്തിൽ സൈഡിലുള്ള ഈ യാഗം നടക്കുന്ന ഹാളിൽ എല്ലാ സ്ഥലത്തുമായിട്ടാണ് വിദ്യാരംഭം നടക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് 12 മണി വരെ ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ 12 മണിയോട് ഉച്ചപൂജയ്ക്ക് ശേഷം ഈ നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുകയാണ്. അതിനുവേണ്ട എല്ലാവിധമായ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭക്തരും അതിൽ സന്തുഷ്ടരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്തവണ എത്ര കുട്ടികൾ ഏകദേശം രജിസ്റ്റർ ചെയ്തു ഇവിടെ വിദ്യാരംഭത്തിനായി? അത് ഒരു എക്സാക്റ്റ് കണക്കിന് ഇനി അറിയാനൊക്കെ. ഇപ്പം അവസാനമെല്ലാം ഇപ്പം രജിസ്റ്റർ ചെയ്യാതെയും വിദ്യാരംഭം ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാ പ്രാവശ്യത്തിലും ഒരു 25,000-ന് മേളിൽ കുരുന്നുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഏകദേശം 25,000-ഓളം കുരുന്നുകൾ ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ അമ്മയുടെ സന്നിധിയിൽ വെച്ച് ആദ്യാക്ഷരം കുറിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇതിനകം ആദ്യാക്ഷരം കുറിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലെ ചണ്ഡികാ യാഗശാല, അതുപോലെ തന്നെ അതിൻ്റെ പരിസരം, സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിലെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇത് ഉച്ചവരെ നീളും. വൈകിട്ട് ഓലക മണ്ഡപത്തിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് കൊല്ലൂരിൽ നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിക്കുക. കൊല്ലൂരിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.